PSC PYQ സ്റ്റഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ആദ്യത്തെ നൈറ്റ് സ്റ്റഡി വ്ലോഗാണിത്. അപ്പോൾ എല്ലാവരും കാണുക. സ്റ്റഡി വ്ലോഗിനൊപ്പം പിന്നെ എന്താ ഞാൻ എന്തൊക്കെയാണ് പഠിച്ചത്, എങ്ങനെയൊക്കെയാണ് പഠിച്ചതെന്നും കൂടെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വ്ലോഗ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം കാണിച്ചാൽ അത് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ എന്തൊക്കെയാണ് പഠിച്ചതെന്നും കൂടെ ഇതിൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഒരുമിച്ച് പഠിച്ച് പോവാം. അപ്പം നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങളും കൂടെ ഞാനിതിൽ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഒരു ലൈവ് സെഷനും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് വൈകുന്നേരമൊക്കെ ആയപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ അതിന് മുന്നേ കറണ്ടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ പിന്നെ എന്താണ് നമുക്ക് പഠിക്കുകയൊക്കെ വേണ്ടേ, നമ്മുടെ 10th പ്രിലിംസൊക്കെ അടുത്ത് വന്നിരിക്കുകയാണ്. എല്ലാവരും പഠിച്ച് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. റിവൈസൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലേ എല്ലാവരും. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് കാര്യം തുടങ്ങുന്നെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടത്തുള്ളൂ. എനിക്കങ്ങനെയാണ് എല്ലാ കാര്യങ്ങളിലും ദൈവത്തിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാതെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല എന്ത് കാര്യമാണെങ്കിലും. അപ്പോൾ അങ്ങനെ പിന്നെ എന്താണ് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴ. പിന്നെ കുറച്ച് നേരം മഴയൊക്കെ നോക്കി നിന്നു, മഴയുടെയൊക്കെ വീഡിയോ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ചു വന്നപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പിന്നെ എന്താണ് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ എന്താണ് പഴമൊക്കെ പുഴുങ്ങി കൊടുത്തു. അത് ഈവനിങ് സ്നാക്കായിട്ട് പഴമൊക്കെ കൊടുത്തു. പിന്നെ എന്താ നമുക്ക് പെട്ടെന്ന് തന്നെയൊന്നും നമുക്കെല്ലാം പഠിക്കാനൊന്നും പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ അറിയാം, നമുക്ക് എപ്പോഴും എന്താണ് പെട്ടെന്നൊന്നും പഠിക്കാൻ പറ്റത്തില്ല. നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാതെ പഠിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ചാനലിൽ 8:30 ഒരു ലൈവ് സെക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയി കാണുക. നമുക്ക് PSC 3 വർഷമായിട്ട് ആവർത്തിച്ച ഹോട്ട് ടോപ്പിക്സിൻ്റെ ഒരു ലൈവായിരുന്നു. കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട്, കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ലൈവ് നല്ലതായിട്ടൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ അവരെ പഠിപ്പിക്കണം. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പിന്നെ ശനിയും ഞായറും അവധി ആയതുകൊണ്ട് അത്രയും കുറേ നേരം ഒന്നും ഇരുത്തി പഠിപ്പിക്കേണ്ട, എന്നാലും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായതുകൊണ്ട് കുറേ നേരം അവർക്ക് അതൊക്കെ ഇരുന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും പഠിക്കുകയൊക്കെ ചെയ്തു ഇടയ്ക്ക്. അപ്പോൾ അവർക്ക് പഠിക്കാനുള്ളതൊക്കെ നമുക്കും പഠിക്കാനുള്ളതൊക്കെ തന്നെയാണ്. 9ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവർക്ക് പഠിക്കാനുള്ളതൊക്കെ തന്നെ നമുക്കും പഠിക്കാനുണ്ടാവുമല്ലോ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് ഒത്തിരി ഉണ്ടാവത്തില്ല. ഇത് എന്താണ് ജൈനമതവും ബുദ്ധമതവുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. നമ്മുടെ ടോപ്പിക്സിൽ അതങ്ങനെ ഒത്തിരി വന്നിട്ടില്ലല്ലോ ആ ഒരു ചാപ്റ്റർ. അപ്പോൾ അങ്ങനെ അവർക്കത് പറഞ്ഞൊക്കെ കൊടുത്തു. പക്ഷെ കുറച്ച് ഈ ജൈനമതവും ബുദ്ധമതവും എനിക്ക് തോന്നുന്നു കുറച്ച് പിന്നെ നമുക്ക് പഠിക്കാനായിട്ടൊക്കെ എളുപ്പമാണ്. പണ്ടൊക്കെ എക്സാമിന് അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ എക്സാമിന് അതൊന്നും ഒരുപാടൊന്നും വന്നു. ഇപ്പോൾ എന്താണ് ഒരുപാടൊന്നും ഇല്ല അങ്ങനെയൊന്നും. അപ്പോൾ അങ്ങനെ അതൊക്കെ അവരെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെയും കൂടെ പഠിത്തം നടക്കണ്ടേ. അപ്പം ഞാൻ ഇടയ്ക്ക് എന്താണ് എൻ്റെ ബുക്കും കൂടെ എടുത്തൊക്കെ വെച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം എൻ്റെ ബുക്കുമൊക്കെ എടുത്ത് വെച്ച് പഠിച്ചു. അപ്പോൾ അങ്ങനെ കുറേ നേരം പഠിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ എന്താണ് രാത്രിയിലത്തെ ഫുഡ് കഴിക്കുന്നത് എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്, അത് ഇതിൻ്റെ ഇടയ്ക്ക് ചേർക്കാനായിട്ട് വിട്ടുപോയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നോട്ട്സൊക്കെ തയ്യാറാക്കാനുണ്ടായിരുന്നു. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എക്സാമിന് മുന്നേ നന്നായിട്ട് കുറച്ച് നോട്ട്സൊക്കെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നോട്ട്സൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കണം. അതെന്താണ് നമുക്ക് എപ്പോഴും പ്രയോജനപ്രദമായിരിക്കും എന്ന് വെച്ചാൽ സ്മാർട്ട് സ്റ്റഡി നോട്ട്സ് എന്നും പറഞ്ഞ് കുറച്ച് ഷോർട്ട് നോട്ട്സ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാവുന്ന വിധത്തിലൊക്കെ തയ്യാറാക്കി വെക്കാം. അത് നമുക്ക് പ്രയോജനപ്രദമായിരിക്കും. അപ്പോൾ അവരെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 8:30 അല്ല, ഒരു 8:30 ആയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ 8:30 എൻ്റെ ലൈവ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു, രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ചു. രാത്രിയിലത്തൊക്കെ ഫുഡ് കഴിച്ചപ്പോൾ അവർ പിന്നെ കിടന്ന് ഉറങ്ങി. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് പഠിക്കാൻ പറ്റുന്ന സമയം എന്ന് വെച്ചാൽ അവരൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ചുമതലകളൊന്നുമില്ല, വീട്ടിലത്തെ പണികളും എല്ലാം കഴിഞ്ഞു. പിന്നെ എല്ലാവരും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കുമല്ലേ പഠിക്കുന്നത്. പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്നിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും.
ആ സമയത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനായിട്ടൊക്കെ പറ്റുന്നത്. പിന്നെ ഞാനൊരു 11 മണിയൊക്കെ ആയപ്പോൾ പിന്നെ എൻ്റെ പഠിത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്തു, രാത്രി 11 മണിക്ക്. അപ്പോൾ എന്താണ്, കുറച്ച് ഭാഗങ്ങൾ കൂടെയൊക്കെ ഫിസിക്സിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കൂടെ കവർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു, കുറച്ച് ഭാഗങ്ങളൊക്കെ കൂടെ റിവൈസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ കുറേ കുറേ കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്നും ഓർമ്മ നിൽക്കത്തില്ല. കാര്യം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നതായിരിക്കത്തില്ല ചിലപ്പോൾ റാങ്ക് ഫെയിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരും. കാര്യം SCERTയിൽ ഇപ്പോൾ ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഖരമാധ്യമത്തിലാണ്. പക്ഷേ SCERTയിൽ അതിൽ അലുമിനിയം, PSCയുടെ അത് സ്റ്റീലിലുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രതിധ്വനി, ശ്രവണ സ്ഥിരത, വീക്ഷണ സ്ഥിരത, അതേപോലെ തന്നെ അതൊക്കെ ഒരേ ഇതിൽ വരുന്നതാണ്. പിന്നെ എന്താണ്, സൂര്യപ്രകാശം, സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കാനെടുക്കുന്ന സമയം, ചന്ദ്രനിൽ നിന്ന് ആ പ്രകാശം ഭൂമിയിൽ പതിക്കാനെടുക്കുന്ന സമയം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, കുറേ എനിക്ക് പെട്ടെന്ന് പഠിച്ചാലും ചിലപ്പോൾ ഒത്തിരി നേരം പെട്ടെന്ന് മറന്നു പോകുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ചിലപ്പോൾ എത്ര പഠിച്ചാലും എനിക്ക് ഓർമ്മ നിൽക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, കുറേ നേരം ഇരുന്ന് പഠിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മടുത്തപ്പോൾ ഒരു പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ പുറത്ത് നല്ല മഴയായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ ഫിസിക്സിൻ്റെ കൂടെയാണ് നമുക്ക് നമ്മൾ നമ്മുടെ ആസ്ട്രോണമിയും കൂടെ ചേർത്ത് പഠിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അത് ഫിസിക്സിൻ്റെ കൂടെ തന്നെയാണ്, പക്ഷേ ചില പുസ്തകങ്ങളിൽ ആസ്ട്രോണമി വേറെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് കമ്പയർ ചെയ്ത് പഠിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ആസ്ട്രോണമിയിൽ തന്നെ കുറേ ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് എപ്പോഴും തെറ്റിപ്പോയി, ഏറ്റവും ചൂട് കൂടിയത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, അല്ലാതെ ഭ്രമണ വേഗത കൂടിയത്, പരിക്രമണ വേഗത കൂടിയത്, അതൊക്കെ എനിക്ക് പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ അതുമൊക്കെ ഞാൻ ലാസ്റ്റ് സമയത്ത് അതൊക്കെ ഈ നോട്ട്സ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും. എനിക്ക് മെയിൻ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടതിനൊക്കെ ഞാൻ ലാസ്റ്റ് സമയത്ത് ഞാനിങ്ങനെ ചെറിയ റിവിഷൻ നോട്ട്സുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഭ്രമണവേഗത ഏറ്റവും കൂടിയ ഗ്രഹം വ്യാഴം, അത് നമ്മൾ മറന്നു പോകരുത്. ഭ്രമണവേഗത ഏറ്റവും കൂടിയ ഗ്രഹം വ്യാഴം, അതേപോലെ തന്നെ പരിക്രമണ വേഗത ഏറ്റവും കൂടിയത് ബുധൻ. പരിക്രമണ വേഗത, അപ്പോൾ ഭ്രമണം വ്യാഴം, പരിക്രമണം ബുധൻ. അപ്പോൾ ഭ്രമണവേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഏതാണ്? അത് ശുക്രനാണ്. ഭ്രമണവേഗത കൂടിയ ഗ്രഹം വ്യാഴവും ഭ്രമണവേഗത കുറഞ്ഞ ഗ്രഹം ശുക്രനുമാണ്. അതേപോലെ തന്നെ പരിക്രമണ വേഗത കൂടിയത് ബുധനും പരിക്രമണ വേഗത കുറഞ്ഞത് നെപ്റ്റ്യൂണുമാണ്. അപ്പോൾ പിന്നെ എൻ്റെ ലൈവിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഇതേപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സിൽ നമുക്ക് എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്നതും പിന്നെ അതേപോലെ തന്നെ നമുക്ക് മറന്നു പോകാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണെന്ന് നമ്മൾ ശരിക്കും ഓർക്കും, അത് BR അംബേദ്കർ ആണെന്നൊക്കെ ഓർക്കും. പക്ഷെ അത് BR അംബേദ്കർ അല്ല, അത് ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. അതിപ്പോൾ ഞാനും കുറേ നാൾ അങ്ങനെ തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ബിഗ് ഡിപ്പർ എന്നറിയപ്പെടുന്നത് സപ്തർഷികളാണ്. അപ്പോൾ ഭ്രമണവേഗത ഏറ്റവും കൂടിയ ഗ്രഹം വ്യാഴവും പരിക്രമണ വേഗത ഏറ്റവും കൂടിയത് ബുധനുമാണ്. അതുപോലെ ഭ്രമണവേഗത കുറഞ്ഞത് ശുക്രനും പരിക്രമണ വേഗത കുറഞ്ഞത് നെപ്റ്റ്യൂണുമാണ്. മറന്നു പോകരുത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബിഗ് ഡിപ്പർ, സപ്തർഷികൾ, അതേപോലെ ഓറിയോൺ എന്നറിയപ്പെടുന്ന മരുഭൂമിയിലൊക്കെ ദിശ കാണിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഓറിയോൺ. പിന്നെ അതിൻ്റെ വലത് ചുമലിൽ കാണപ്പെടുന്ന തിരുവാതിര നക്ഷത്രമാണ് ഓറിയോണിൻ്റെ വലത് ചുമലിൽ കാണപ്പെടുന്നത്. അത് ചുവപ്പ് കളറിലാണ്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പഠിച്ചത് നിങ്ങൾക്കും കൂടെ പ്രയോജനപ്പെടുകയല്ല, അല്ലാതെ ചുമ്മാതെ വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇപ്പം നമുക്ക് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഒരു ആവർത്തന വിരസത ഉണ്ടാക്കാതിരിക്കാനായിട്ട് അതൊക്കെ കാണുന്നത് നല്ലതായിരിക്കും. പക്ഷേ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് കൂടെ നമ്മൾ പറയുമ്പോഴായിരിക്കത്തില്ല ആ ഒരു ചാനലിനൊരു പൂർണ്ണത വരുന്നത്, അങ്ങനെ ആയിരിക്കത്തില്ലേ. അല്ലാതെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇന്നതൊക്കെ പഠിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാനലിനും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ കാണുന്നു, പക്ഷേ പഠിച്ചവർക്ക് പ്രയോജനവും പഠിക്കാത്തവർ കാണുന്നു, അത്രയല്ലേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നവർക്കും കൂടെ അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലും അതൊന്നുകൂടെ പതിയും. അങ്ങനെ ഓക്കെ, നിങ്ങൾക്കും കേൾക്കുന്നവർക്കും അത് പെട്ടെന്ന് ഇതാകും. പിന്നെ ഞാൻ ഇടയ്ക്ക് വൊക്കാബ് സ്പീഡിയുടെ കുറച്ച് BYQ ഒക്കെ നോക്കിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ സ്ഥാനാന്തരം, ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തിലേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. അതൊക്കെ പിന്നെ എനിക്ക് സാന്ദ്രത എപ്പോഴും മറന്നുപോകും. ജലത്തിൻ്റെ സാന്ദ്രത, മണ്ണെണ്ണയുടെ സാന്ദ്രത, ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത. ആ സാന്ദ്രത ഒരുപാട് പ്രാവശ്യം BYQ ആയിട്ട് ആവർത്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജലത്തിൻ്റെ സാന്ദ്രത 1000-ഉം മണ്ണെണ്ണയുടെ 810-ഉം ഉപ്പുവെള്ളത്തിൻ്റെ 1025-ഉമാണ്. പിന്നെ ഈ ശൂന്യതയിലെ പ്രകാശവേഗം കുറവ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അതും കൂടെയൊക്കെ നമ്മൾ ഒന്ന് തയ്യാറാക്കി
വെക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട് അതൊക്കെ ഒന്ന് ശ്രമിക്കുക. അപ്പോൾ കുറേ സമയം രാത്രിയായിരുന്നു, പക്ഷേ എനിക്ക് കിടക്കണമെന്നുണ്ട്. പക്ഷേ എന്താണ് മനസ്സിൽ അയ്യോ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ, റിവിഷൻ ചെയ്യാനുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ കിടക്കാനായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ എന്നോർത്ത് തന്നെ കുറച്ച് നേരം കൂടെയൊക്കെ ഇരിക്കാം. അങ്ങനെ കുറച്ച് നേരം കൂടെയൊക്കെ ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ സമയം നോക്കിയപ്പോൾ എത്രയാണ്, 1 മണിയായി. 1 മണിയായപ്പോൾ ഞാൻ ഓർത്തെങ്കിൽ കിടക്കാൻ ഓർത്ത് കഴിഞ്ഞപ്പോൾ പക്ഷേ കിടക്കാനായിട്ട് പിന്നെയും തോന്നിയില്ല. പിന്നെ കുറച്ച് മാത്സും കൂടെയൊക്കെ ഞാനൊന്ന് നോക്കിയായിരുന്നു. കുറച്ച് മാത്സും കൂടെയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ എത്ര സമയം, 2 മണിയായി. 2 മണിയായി ഞാൻ എന്നിട്ട് വെള്ളിയാഴ്ച കിടന്നപ്പോൾ. അപ്പോൾ 2 മണിയായി. പക്ഷേ ഞാൻ അതിൽ എഡിറ്റ് ചെയ്തതിൽ 1 മണിയെന്നാണ് ഓർത്തിരിക്കുന്നത്. ശരിക്ക് 2-2:30 ഞാൻ കിടന്നപ്പോൾ ഇന്നലെ, അപ്പോൾ വെള്ളിയാഴ്ച. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ല മാർക്കൊക്കെ കിട്ടിയിട്ട് 10th പ്രിലിംസ് എല്ലാവരും നന്നായിട്ടൊക്കെ എഴുതട്ടെ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ഈവനിങ് സ്റ്റഡി വ്ലോഗൊക്കെ ഞാൻ ആദ്യമായിട്ട് ചെയ്താൽ അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാകും. ഇനി വരും ദിവസങ്ങളിൽ അതുമൊക്കെ കൂടെ മാറ്റി നമുക്ക് നന്നായിട്ട് ഒരുമിച്ച് പഠിച്ച് പോവാം. അപ്പോൾ പിന്നെ എൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ലൈവ് കാണാത്തവർ പോയി കാണുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.